അടുത്തത് 4-ാമത്തെ ചോദ്യം ഇതാ. സേതുമാധവന്റെ കുടുംബം വരുന്നത് ഏത് നാട്ടിൽ നിന്നാണ്? എ പാലക്കാട്, ബി കോഴിക്കോട്, സി കണ്ണൂർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 20 seconds. സേതുമാധവന്റെ കുടുംബം വരുന്നത് ഏത് നാട്ടിൽ നിന്നാണ്? സഹായം ചോദിച്ചൂടെ? മറ്റേ ചോദിക്കാം. രാജീവ് ഒക്കെ സിനിമ അരച്ചു ആളാണ്. അത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. എ പാലക്കാട്, ബി കോഴിക്കോട്, സി കണ്ണൂർ. സി കണ്ണൂർ. ആണോ? ശരിയാണോ? ആണെന്നാണ് ഇല്ലെങ്കിൽ ഞാൻ നേരെ വണ്ടി കയറ്റി വിടും കണ്ണൂർക്ക്. കണ്ണൂർ ഉറപ്പിക്കാം. കണ്ണൂർ ഉറപ്പിക്കാം ചേട്ടാ. എന്നാ പിന്നെ നമുക്ക് ആ കണ്ണൂരിലെ വണ്ടി കയറാം. ഉറപ്പിച്ച് പറ്റും. ആരെയാളെ വണ്ടി കയറ്റി വിടാനാണോ? രാജീവ്. അപ്പൊ കണ്ണൂര് ഉറപ്പിച്ചിരിക്കുകയാണ്. 4-ാമത്തെ ചോദ്യത്തിന് സി കണ്ണൂർ. പൂട്ടി. പേടിയുണ്ടോ? പേടിയല്ലേ ചേട്ടാ, ഒരു നാണക്കേടല്ലേ വെറുതെ ഈ കണ്ണൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് രണ്ടുപേരും, കാരണം പ്രശസ്തനായിട്ടുള്ളൊരു എഴുത്തുകാരനും പ്രശസ്തനായിട്ടുള്ളൊരു ആക്ടറും ഇവിടെ. വേറെ എന്തോരം ചോദിക്കാൻ ചേട്ടാ. ഇങ്ങനെ കണ്ണൂരാണോ പാലക്കാടാണെന്നൊക്കെ ചോദിച്ചാ എന്തായാലും അയാളിലൊരു വിശ്വാസം ഞാൻ അർപ്പിച്ചു. ഏത് സിനിമയിൽ അഭിനയിച്ചത്? സിനിമ ഇപ്പൊ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മമ്മൂക്കാട് എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ട്. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ നാദർഷിക സംവിധാനം കേശു ഈ വീടിൻ്റെ നാഥൻ. 2 സിനിമ. അതിൽ 1 ചെറിയൊരു സംഭവമാണ്, പക്ഷെ കേശുവിൽ ഇച്ചിരിയുടെ കുഴപ്പമില്ലാത്ത വേഷമുണ്ട്. ഒരുപാട് പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ടല്ലേ? ഒത്തിരി പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഇനി പുതിയതായിട്ട് ചെയ്യാനും 1-2 പടം പറഞ്ഞിട്ടുണ്ട്. ഒരു അൽ കറാമ എന്ന് പറഞ്ഞിട്ട് ഒരു പടം, അത് ദുബൈയിലാണ് ഷൂട്ട് പറഞ്ഞേക്കണേ. പിന്നെ അതുപോലെ 11 KV തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് അതൊരു പടമുണ്ട്. അങ്ങനെ 2 പടം അടുത്ത് തുടങ്ങാനുണ്ട്. ഇതെല്ലാം ഈ സാഹചര്യങ്ങളൊന്ന് മാറിയാൽ. കണ്ണൂർ സി. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന ആൻസർ തെറ്റാണ്. എ പാലക്കാട്. സേതുമാധവൻ കുടുംബം വരുന്നത് ഏത് നാട്ടിൽ നിന്നാണ്? പാലക്കാട് ആണ് അതിൻ്റെ ശരി ഉത്തരം എന്ന് ഞാൻ പറയില്ല. സി കണ്ണൂർ കറക്റ്റ് ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചു. സത്യത്തിൽ ഞാൻ ഇവിടെ എഴുതി അവനെ ബസ് കയറ്റി വിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഓക്കെ രാജീവ്, താങ്ക് യു. കേറിവാട മക്കളയിൽ ഇതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 5-ാമത്തെ ചോദ്യം ഇതാ. ശ്രദ്ധിക്കൂ ഒരു വീഡിയോ. ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നു. തോമസുട്ടി, കുട്ടി, ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോകണ. വാ വാടാ. റിയാസി രംഗം ശ്രദ്ധിച്ചു കണ്ടല്ലോ. എന്നാൽ ചോദ്യം, ഈ രംഗത്തിൽ അശോകനും സിദ്ദിഖും ഏത് വാഹനത്തിൻ്റെ പിറകിലിരുന്നാണ് പോകുന്നത്? എ യമഹ, ബി ഹീറോ ഹോണ്ട, സി ബജാജ് സ്കൂട്ടർ. യമഹ. ഒരു സംശയമില്ല. ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഈ പറഞ്ഞ എപ്പോഴത്തെയും നമ്മുടെയൊക്കെ ഉള്ളിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് വണ്ടിയാണ് യമഹ RX 100. മാത്രമല്ല അതിനകത്ത് ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് 2 പ്രാവശ്യം. ഞാൻ അത് ഈ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുവച്ചാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിന് ക്രൈസ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഇത് നോക്കി പിന്നെ ഈ ബൈക്ക് എടുക്കുന്ന സമയം എല്ലാവരുടെ കയ്യിൽ ഈ RX 100 അത് കോമൺ ആയി. അതിൻ്റെ സൗണ്ട് വരും. ഇത് ഭയങ്കര രസമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് വേറിട്ടൊരു വണ്ടിയാണ് പറഞ്ഞാൽ ഞാൻ ഒടുവിൽ എടുത്തത് ബജാജിൻ്റെ XX എൻഡ്യൂറ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ടൊരു സാധനം അതാണ് എടുത്തത്. അതുകൊണ്ട് ഈ വണ്ടിയൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കണം. അതെ. സോ എ യമഹയാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കും അല്ലേ? ഞാൻ ഒരു ചെറിയൊരു അനുവേ ചോദിക്കാം. അനുവിനാണെങ്കിൽ വേറെ കൊടുക്കാം. ഒന്നുമില്ല, ഒരു ചെറിയ ടങ് ട്വിസ്റ്റർ, ഒരു ചെറിയൊരു ട്വിസ്റ്റർ. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ഇതൊരു 5 പ്രാവശ്യം സ്പീഡിന്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗ്ലാവിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്,
ഓ, ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ബംഗാളിലെ ബ്ലാങ്കറ്റ്. ബാംഗ്ലൂരിലെ ബംഗ്ലാവ്, ഇത് ബംഗാളിലെ ഗുഡ് ബ്ലഡ് ബ്ലാങ്കറ്റ്. ബാഡ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ വേറെ ഉണ്ട്. ഇടവ കടപ്പുറത്ത് ആരാട ആറാടറുത്തത്. അങ്ങനെയൊക്കെ ഉണ്ട്. പാഴുപ്പടിപ്പര പത്തു വെച്ച പനന്തത്തെ ചത്തൊത്തിരിക്കുന്നു. അതെന്ന് പറഞ്ഞേ. അപ്പോൾ യമഹ എ പൂട്ടിയിരിക്കുകയാണ്. ഞാൻ തുറക്കുന്നു, കാണുന്നു, ഉത്തരം ശരിയാണ്. 5 ചോദ്യത്തിനും കൂടെ ചേർത്ത് 10,000 രൂപ സമ്മാനമായി താങ്കൾക്ക് ഇപ്പൊ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിരിക്കുന്നു. 10,000 രൂപ. 10,000. അതാണല്ലോ അതിന്റെ ഒരു ഏത്